എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 18, 19, 20, 21 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന് ഞങ്ങളുടെ കണ്ണന് എന്തോ വല്ലാത്ത ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തർക്കും ആ ദുർലക്ഷണങ്ങൾ കണ്ടിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് അവര് ഓടി വരും. ഗോപന്മാരും ഗോപസ്ത്രീകളും യശോദ നന്ദന്മാരും എല്ലാവരും അങ്ങനെ അവര് ഓടി ഓടി നോക്കുമ്പോ എവിടേക്കാ പോയിരിക്കണേ കണ്ണന് അറിയില്ലല്ലോ. അപ്പതാ കാണുന്നു അവിടെയുള്ള ആ മണലില് ആ വജ്രം, അങ്കുശം, ശംഖം, ചക്രം, താമര മുതലായിട്ടുള്ള ഭഗവാന്റെ രേഖകൾ പതിഞ്ഞു കാണുന്ന ആ കുഞ്ഞു കാലടികൾ ഇങ്ങനെ കണ്ട് ആ ദിക്കിൽ കൂടി ഇങ്ങനെ അവര് സഞ്ചരിച്ചു. അങ്ങനെ അവരിതാ കാളിന്തി തീരത്തെത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 18. ഓം നമോ ഭഗവതേ വാസുദേവായ തേ തത്രാബ്ജ യവാങ്കുശാസനി ധ്വജോപപന്നാനി പദാനി വിശ്വതേ മാർഗേ ഗവാം അന്യപദാന്തരാന്തരേ നിരീക്ഷമാണായ യുവങ്ക സത്വരാഹ. പശുക്കളുടെയും മറ്റു ഗോപന്മാരുടെയും കാലടികളുടെ ഇടയില് അവിടെ വഴിയിലുള്ള അവിടെയൊക്കെ മണലില് താമര, യവം, തോട്ടി, വജ്രം, കൊടിക്കൂറ ഇങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠ പദാർത്ഥങ്ങളുടെ ആകൃതിയിലുള്ള രേഖകള് പതിഞ്ഞിങ്ങനെ കാണുന്ന കാലടികൾ സൂക്ഷിച്ചു നോക്കിയിട്ട് അതറിയാൻ പറ്റുള്ളൂ. പശുക്കളുടെ കാലടിപ്പാടുകളുണ്ട്, ഗോപന്മാരുടെ കാലടിപ്പാടുകളില്. അവരുടെയൊക്കെ ഇടയില് അന്തരംഗത്തിൽ വിളങ്ങുന്ന ഈശ്വരന്റെ പ്രത്യേകതയെ സൂക്ഷിച്ചു നോക്കിയാലേ ഇത് കാണുള്ളൂ. ഈ കാലിന്റെ അടിയിൽ ഈ അടയാളങ്ങളും കണ്ടുപിടിക്കണ്ടേ. അപ്പോ ഭഗവാൻ ഇങ്ങനെ അവരുടെ ഉള്ളില് ഭഗവാൻ ഇങ്ങനെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഈശ്വരന്റെ പ്രത്യേകതയെ സൂക്ഷിച്ചു നോക്കുന്നവർക്ക് ജീവേശ്വര ഭേദം വേർതിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനെ തിരയുന്നവര് ജീവലക്ഷണത്തെ സൂക്ഷിച്ചറിയണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്രുതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ കാലടിപ്പാടുകൾ എങ്ങനെയാ മാഞ്ഞു പോവാതെ ഇരുന്നത്? അപ്പൊ ശ്രുതിയിലൊക്കെ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഭീഷാസ്മാത് വാദപ്പവതേ, ഭഗവാനിൽ നിന്നുള്ള ഭയം കൊണ്ട് വായു ചലിക്കുന്നു. എല്ലാം ചലിക്കുന്നത് ഭഗവാനല്ല അതുകൊണ്ടാണ് അല്ലെ? വായു കൂടി ഭഗവാനോടുള്ള ഭയം കൊണ്ടാണ് വായു പോലും ചലിക്കുന്നത്. അപ്പോ ഭഗവാനെ ഭയപ്പെടുന്ന കാറ്റ് ആ രേഖകളെ മറയ്ക്കുന്ന ധൂളികളെ ഒക്കെ ആ സ്ഥാനങ്ങളിൽ വ്യാപരിപ്പിക്കില്ല. അതിനെ മറയ്ക്കാനായിട്ട് പൊടികളെ അനുവദിക്കില്ല ആ കാറ്റ്. അതാണ് ശ്രുതിവാക്യം. അല്ലെങ്കിൽ ഇപ്പൊ എത്രയോ മുമ്പ് പുറപ്പെട്ടു പോയിരിക്കുന്ന ആ പശുക്കളുടെയും ഗോപന്മാരുടെയൊക്കെ കാലടികള് എങ്ങനെയത് ഇത്ര നേരം മാഞ്ഞു പോവാതിരുന്നത്? തന്റെ അപേക്ഷ പ്രകാരം ഭാരത്തെ തീർക്കാൻ അവതരിച്ചിരിക്കുന്ന ഭഗവാന്റെ പാദന്യാസങ്ങൾ തനിക്കുള്ള ആഭരണങ്ങളായിട്ട് ദിവ്യരൂപിണിയായിരിക്കുന്ന ഭൂമിദേവി കരുതി വെച്ചിരിക്കുക. ഭൂമിദേവിക്ക് അത് മായ്ക്കാനേ തോന്നണില്ല. തന്റെ ശരീരത്തില് അങ്ങനത്തെ ഭഗവാന്റെ ആ പാദന്യാസങ്ങള് എല്ലാം താമര, അങ്കുശം, വജ്രം ഇങ്ങനെയൊക്കെയുള്ള അത് ആരും ചവിട്ടാതെ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക ഭൂമിദേവി. ഭഗവാനെ പേടിച്ചിട്ടാണ് വായു ചലിക്കണതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ വായു പൊടി അടിച്ചിട്ട് അത് മാഞ്ഞു പോവാൻ വായുവും സമ്മതിക്കണില്ല, ഭൂമിദേവി അത് മായ്ക്കാൻ സമ്മതിക്കാതെ ഇരിക്കണം. അത്രയും ബഹുമാനം അത് കാണുന്നവർക്ക് കൂടി അല്ലാത്ത പ്രേമം ബഹുമാനവും ഭഗവാനിലും ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ ചവിട്ടാതെ പോവും നടക്കുന്നവര്. ഭഗവാന്റെ ചരണാരവിന്ദന്യാസങ്ങളുടെ മീതെ വായു കൂടി മണലുകൾ അടിച്ചു കയറ്റാതെ സാദരം സ്പർശിക്കുന്നതേയുള്ളൂ. അങ്ങനെയാണ് അവര് അത് കണ്ടുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോ അവര് കണ്ടു. അങ്ങനെ അവര് കാളിന്തി തീരത്തെത്തി. അന്തർഹൃദേ ഭുജഗഭോഗപരീതമാരാത് കൃഷ്ണം നിരീഹമുപലഭ്യ ജലാശയാന്തേ ഗോപാംശ്ച മൂഢധിഷണാൻ പരിതപശൂൻശ്ച സംക്രന്ദത പരമകശ്മലമാവു ആർത്താഃ.
യമുനാ നദിയുടെ ഏകദേശം ദൂരത്ത് നിന്ന് തന്നെ അവരിങ്ങനെ നോക്കിയപ്പോ കുറേ ദൂരത്തു നിന്ന് തന്നെ കണ്ടു. ഗോപന്മാര് നോക്കിക്കൊണ്ടിരിക്കുക, എവിടെയാ കൃഷ്ണനെ കാണാനുണ്ടോ. അടുത്തെത്തിയപ്പോഴല്ലേ കാളിന്തിയുടെ നടുക്ക് കൃഷ്ണനെ അവര് കണ്ടു. എങ്ങനെയാ കണ്ടത്? അതിഘോരമായ ആ കാളസർപ്പം ഭഗവാന്റെ ദേഹത്തെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞതുകൊണ്ട് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക. ജലത്തിന്റെ സമീപത്തില് ഗോപന്മാര് മയങ്ങി ആലസ്യത്തോട് കിടക്കുന്നു. ഗോപന്മാരൊക്കെ മോഹാലസ്യപ്പെട്ട് കിടക്കല്ലേ. പശുക്കളോ 4 ഭാഗത്തു നിന്ന് കണ്ണില് വെള്ളം ഒഴുക്കിക്കൊണ്ട് നിലവിളിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോ തെരഞ്ഞു വന്ന നന്ദാദി അവർക്കുണ്ടായ ദുഃഖം പിന്നെ പറഞ്ഞറിയിക്കണ്ട. അവരും അതെ കണ്ട ഉടനെ എല്ലാവരും ബോധം കെട്ട് അവിടെ വീണു. ആദ്യം വന്നത് ഇവര് ഗോപന്മാരാ, പിന്നിലാണ് യശോദമ്മയൊക്കെ വരണത്. ഗോപ്യോ അനുരക്ത മനസോ ഭഗവത്യനന്തേ തൽ സൗഹൃദസ്മിത വിലോകവിര സ്മരന്ത്യ ഗ്രസ്തേ ഹിനാ പ്രിയതമേ വൃഷദുഃഖദഗ്ധ ശൂന്യം പ്രിയവ്യതിഹൃതം ദദൃശുസ്ത്രിലോകം. സാമാന്യമായിട്ട് ആ സകല ഗോപന്മാർക്കുണ്ടായ ദുഃഖം വിവരിച്ചു. പിന്നെയോ ആ ശ്രീകൃഷ്ണനില് പ്രത്യേകം പരമസ്നേഹമുള്ള ആ ഗോപസ്ത്രീകളുടെ ദുഃഖം വിവരിക്കുകയാണ്. അനന്ത കല്യാണ ഗുണശാലിയായിരിക്കുന്ന ഭഗവാനിൽ പരമപ്രേമവതികളായ ആ ഗോപസ്ത്രീകള് ഭഗവാന് തങ്ങളിലുള്ള പരിശുദ്ധ സ്നേഹത്തെയും അന്തരംഗത്തിലുള്ള ആ സ്നേഹത്തെ ധരിപ്പിക്കാനായി തങ്ങളെ കാണുമ്പോൾ ഭഗവാൻ പ്രകാശിപ്പിക്കുന്ന ആ മന്ദഹാസത്തെയും ഒക്കെ എങ്ങനെ ആലോചിക്കണം. നമ്മളെങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം മന്ദഹാസമാണ് ആ കണ്ണന് ഞങ്ങളോട് ഉണ്ടാവും. ആ ഭഗവാന് ഇപ്പൊ ഞങ്ങളോടുള്ള ഒരു പ്രത്യേക വിശേഷ അനുരാഗത്തെ സൂചിപ്പിക്കുന്ന കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം, പിന്നെ നല്ല നല്ല അത്യന്തം ആനന്ദിപ്പിക്കുന്ന മനോഹര വാക്കുകള്, ഇതൊക്കെ ഇങ്ങോട്ട് ആലോചിക്കുകയാണ് ആ ഗോപസ്ത്രീകള്. ഇങ്ങനെ അസാമാന്യ പ്രേമഭാജനമായിരിക്കുന്ന ഭഗവാന് ഇതിങ്ങനെ ഒരു കാളസർപ്പം ചുറ്റിയിട്ട് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങളുടെ പ്രാണേശ്വരൻ, ഞങ്ങളുടെ ഈ പ്രാണേശ്വരൻ ഇനി പ്രാണൻ വെടിയോ? പരമപ്രേമസ്വരൂപനായ ഈ നാഥൻ ഈ ലോകത്തിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ ഈ 3 ലോകവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൂന്യം ശൂന്യം അങ്ങനെയാണ് നിശ്ചയിച്ച് അവര് ഒരു പ്രതിമ കണക്കിങ്ങനെ നിൽക്കുക, ഒന്നും പറയാൻ പറ്റാണ്ട്. അപ്പോഴാണ് യശോദ അവരുടെ പിന്നാലെ ഇങ്ങനെ വന്നു കണ്ടു. താ കൃഷ്ണമാദരമപത്യമനുപ്രവിഷ്ട തുല്യവ്യഥാ സമനുഗൃഹ്യ ശുചസ്രവന്ധ്യ താസ്താവ്രജപ്രിയകഥാ കഥയന്ത്യ ആസൻ കൃഷ്ണാനേർപ്പിതദൃശോ മൃതക പ്രതീകാഃ. യശോദമ്മ കണ്ടു കണ്ണനെ ഒരു കാളസർപ്പം ചുറ്റിയിരിക്കുന്നു. എടുത്തങ്ങോട്ട് ചാടാൻ തുടങ്ങി. ഇനി എന്തിനാ ജീവിച്ചിരിക്കണം? കണ്ണന്റെ കൂടെ ഞാനും വരണമെന്നുള്ള മട്ടില് എടുത്തങ്ങോട്ട് ചാടാൻ തുടങ്ങി യശോദ. അപ്പോഴേക്കും ഗോപസ്ത്രീകൾ ഓടിച്ചെന്ന് കൈകൊണ്ട് പിടിച്ചു നിർത്തി. അവർക്കൊന്നും പറയാനൊന്നും പറ്റണില്ല. യശോദമ്മ അങ്ങോട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അവിടെ നിർത്തി. അവർക്ക് അവരുടെ ഉള്ളിലെ ഈ ദുഃഖം ഇങ്ങനെ അലയടിക്കല്ലേ. കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ധാരധാരയായിട്ട് ഒഴുകി. യശോദയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണൻ യമളാർജുനന്മാരെ അവർക്ക് മോക്ഷം കൊടുത്തതും, ശകടാസുരനെ കൊന്നു, പൂതനെ കൊന്നു, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ആപത്തുകൾ വന്നിട്ടും ആ അസുരന്മാരെയൊക്കെ കൊന്ന് കണ്ണൻ വന്നിട്ടില്ലേ? ആർക്കെങ്കിലും ഒരു അസുരന് കണ്ണനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും കണ്ണനല്ലേ വധിച്ചത്. എന്തിനാ യശോദ ഇങ്ങനെ വിഷമിക്കണത്? കണ്ണനൊന്നും പറ്റില്ല എന്നൊക്കെ ഇവരിങ്ങനെ വെറുതെ പറയുന്നുണ്ട്. ഇത്ര മാഹാത്മ്യം ആ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ഉള്ള കൃഷ്ണന് ഇതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. സമാധാനിപ്പിക്കാൻ അവരിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പ്രിയവല്ലഭനായ അങ്ങ് ഇങ്ങനെ കഷ്ടത്തിലാകപ്പെട്ട ഞങ്ങൾക്ക് ഇനിമേൽ നാഥൻ ആരാളുള്ളത് എന്ന് ഭഗവാനോട് പറയുന്നവരോ എന്ന് തോന്നുമാറ് ആ ശ്രീകൃഷ്ണ മുഖത്തിൽ നിന്നിങ്ങനെ കണ്ണെടുക്കാണ്ട് വളരെ വിഷാദത്തോടെ സ്തംഭിച്ചു നിൽക്കുകയാണ് ആ ഗോപസ്ത്രീകൾ. അങ്ങനെ അവര് നിൽക്കണ കണ്ട ജീവനുണ്ട്, പക്ഷെ ജീവനുള്ളവരാണെന്ന് അവര് കണ്ടാ തോന്നില്ല. നിർജീവ ശരീരങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണോ എന്നിങ്ങനെ തോന്നും. അതുപോലെ അവര് നിൽക്കണത്. പ്രതിമ എന്ന് പറയാൻ പറ്റില്ല. പറയണ്ടല്ലോ യശോദയോട്, ഒരു
ജീവനില്ലാത്ത അങ്ങനെ ശരീരം നിക്കണ മാതിരിയാണ് അവര് നിക്കണത് എന്ന് പറയും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ